എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മിൻഡേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 1ാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും ബേസിക് സയൻസും എല്ലാ യൂണിറ്റുകളും നമ്മൾ ഈ ഒരു ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് ആ ക്ലാസ്സും കൂടെ കണ്ടു നോക്കാവുന്നതാണ്. ഇന്നത്തെ 1ാമത്തെ ചാപ്റ്ററിന്റെ പേര് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. കുറച്ച് ലെങ്ത് കൂടിയിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓരോ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദി യമുനയാണ്. യമുന നദിയുടെ ഉദ്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്ന്. യമുന നദിയുടെ ഉദ്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ്. ഡൽഹി സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുനയാണ്. ഡൽഹി സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. ഡൽഹിയിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളാണ് നമ്മൾ പറയുന്നത്. കുത്തബ് മിനാർ, ചെങ്കോട്ട, മെഹ്റൂളിയിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ഇന്ത്യ ഗേറ്റ് തുടങ്ങിയവയാണ് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ. ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത് CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണ്. ഇന്ത്യയിൽ നമ്മൾ മധ്യകാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഡൽഹി സ്ഥിതി ചെയ്യുന്ന സമതല പ്രദേശമാണ് സിന്ധു ഗംഗാ സമതലം. ഡൽഹി സ്ഥിതി ചെയ്യുന്ന സമതല പ്രദേശം സിന്ധു ഗംഗാ സമതലമാണ്. ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ച പർവ്വതനിര ആരവല്ലി പർവ്വതനിരയാണ്. ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചിട്ടുള്ള പർവ്വതനിര ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആരവല്ലി പർവ്വതനിരയാണ്. ഡൽഹിയിലെ കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ ശേഖരിച്ചത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ്. ഡൽഹിയിൽ ഒരുപാട് കോട്ടകളും കെട്ടിടങ്ങളും ഉണ്ട്. ഇവയുടെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള കല്ലുകൾ ശേഖരിച്ചത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ്. മധ്യേന്ത്യയിലെയും വടക്കു പടിഞ്ഞാറെ ഇന്ത്യയിലും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു രജപുത്രന്മാർ. നമ്മൾ രജ്പൂത്ത് എന്നൊക്കെ പറയാറുണ്ട്. സിനിമാ നടന്മാരൊക്കെ പല പേരുകളിൽ അവര് സുശാന്ത് സിംഗ് രജ്പൂത്ത് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മധ്യ ഇന്ത്യയിലെയും വടക്കു പടിഞ്ഞാറെ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഈ രജപുത്രന്മാർ എന്നുള്ളത് ഓർത്തിരിക്കുക. രജപുത്രരിൽ പ്രധാനികളായിരുന്നു തൊമരന്മാരും ചൗഹാന്മാരും. അപ്പൊ ഈ രജപുത്രന്മാരിൽ തന്നെ വിവിധ വിഭാഗങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായിരുന്നു തൊമരന്മാരും ചൗഹാന്മാരും. ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാക്കുന്നത് CE 8ാം നൂറ്റാണ്ടിൽ ഏത് രാജാക്കന്മാരുടെ കാലത്തിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. തൊമരന്മാരുടെ കാലത്താണ്. അപ്പൊ ഡൽഹി ആദ്യമായിട്ടൊരു അധികാര കേന്ദ്രമാക്കുന്നത് CE 8ാം നൂറ്റാണ്ടിലാണ്. ഇത് ഏത് രാജാക്കന്മാരുടെ കാലത്താണ് എന്ന് ചോദിച്ചാൽ തൊമരന്മാരുടെ കാലത്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക. തൊമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്നത് ദില്ലിക. നമ്മൾ ഡൽഹിയെ ഇടയ്ക്കിടയ്ക്ക് ദില്ലി എന്നും പറയാറുണ്ട്. അപ്പൊ ഈ ഒരു തൊമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണെന്ന് ചോദിച്ചാൽ ദില്ലിക എന്ന പേരിലാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. തൊമര രാജാക്കന്മാർക്ക് ശേഷം ഡൽഹി ഭരിച്ച രാജവംശമാണ് ചൗഹാൻ രാജവംശം. തൊമര രാജാക്കന്മാർക്ക് ശേഷം ഡൽഹി ഭരിച്ച രാജവംശം ചൗഹാൻ രാജവംശമാണ്. ചൗഹാൻ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. ഈ ഒരു ചൗഹാൻ എന്നുള്ള ഒരു രാജവംശം, ഈ തൊമര രാജാക്കന്മാർക്ക് ശേഷം ഡൽഹി ഭരിച്ചിട്ടുള്ള രാജവംശമാണ് ചൗഹാൻ രാജവംശം എന്ന് പറയുന്നത്. ഈ ഒരു ചൗഹാൻ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് പൃഥ്വിരാജ് ചൗഹാനാണ്. ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ.
പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കിയ ഘോറിലെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ രാജാവ്. അപ്പോ നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കിയ ഘോർ എന്ന് പറയുന്നത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനാണ്. അവിടുത്തെ രാജാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. മുഹമ്മദ് എന്നായിരുന്നു അവിടുത്തെ രാജാവിന്റെ പേര്. പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കിയ ഘോറിലെ രാജാവ് ആരാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് ആണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഡൽഹി പിടിച്ചടക്കാൻ മുഹമ്മദ് ഘോറിയെ സഹായിച്ച അദ്ദേഹത്തിന്റെ സേനാനായകനായിരുന്നു ഖുദ്ബുദ്ദീൻ ഐബക്ക്. ഡൽഹി പിടിച്ചടക്കാൻ ഈ ഒരു മുഹമ്മദ് ഘോറിയെ സഹായിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പടത്തലവൻ അല്ലെങ്കിൽ സേനാനായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഖുദ്ബുദ്ദീൻ ഐബക്ക് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഡൽഹി പിടിച്ചെടുക്കാൻ മുഹമ്മദ് ഘോറിയെ സഹായിച്ച അദ്ദേഹത്തിന്റെ സേനാനായകനാണ് ഖുദ്ബുദ്ദീൻ ഐബക്ക്. ഘോറിലെ മുഹമ്മദിന്റെ മരണശേഷം ഡൽഹി ഭരിച്ചത് ഖുദ്ബുദ്ദീൻ ഐബക്ക് ആണ്. അപ്പോ ആദ്യം ഈ ഒരു മുഹമ്മദ് ഘോറിയുടെ പടത്തലവനായിരുന്നു ഖുദ്ബുദ്ദീൻ ഐബക്ക്. അപ്പൊ ഈ ഒരു മുഹമ്മദ് ഘോറി മരിച്ച ശേഷം എന്ത് ചെയ്തു? ഖുദ്ബുദ്ദീൻ ഐബക്ക് തന്നെ ഡൽഹി ഭരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഖുദ്ബുദ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചത് CE 1206 ഈ ഒരു മുഹമ്മദ് ഘോറിയുടെ മരണശേഷം ഖുദ്ബുദ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കിയിട്ട് ഭരണം ആരംഭിച്ചത് CE 1206 എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഖുദ്ബുദ്ദീൻ ഐബക്കിന്റെ രാജവംശം അറിയപ്പെടുന്നത് അടിമവംശം എന്നാണ്. ഖുദ്ബുദ്ദീൻ ഐബക്ക് അടിമ വംശത്തിൽ നിന്നായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഖുദ്ബുദ്ദീൻ ഐബക്ക് ഒരു അടിമയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആലോചിച്ചു വെക്കാം. ഖുദ്ബുദ്ദീൻ ഐബക്കിന്റെ രാജവംശം അറിയപ്പെടുന്നത് അടിമവംശം എന്നാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. മാംലൂക്ക് വംശം എന്നും അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അടിമവംശം. അപ്പം മാലൂക്ക് വംശം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് എന്ന് ചോദിച്ചാൽ അടിമവംശം. അപ്പൊ ഖുദ്ബുദ്ദീൻ ഐബക്ക് മാംലൂക്ക് വംശമാണ്. ആ മാംലൂക്ക് വംശം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അടിമവംശം എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. CE 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ അറിയപ്പെടുന്നത് സുൽത്താൻമാർ എന്നായിരുന്നു. CE 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ അറിയപ്പെട്ടിരുന്ന പേരാണ് സുൽത്താൻമാർ എന്ന് പറയുന്നത്. ഏകദേശം 320 വർഷത്തോളം ഉണ്ട്. CE 1200 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവരായിരുന്നു സുൽത്താൻമാർ. സുൽത്താൻമാരുടെ കാലം അറിയപ്പെട്ടിരുന്നത് സൽത്തനത്ത് കാലം എന്നാണ്. സുൽത്താൻമാരുടെ കാലം അറിയപ്പെട്ടിരുന്ന പേര് സൽത്തനത്ത്. സുൽത്താൻമാർ, സൽത്തനത്ത് അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. സുൽത്താൻമാരുടെ കാലം അറിയപ്പെട്ടിരുന്നത് സൽത്തനത്ത് കാലം എന്നായിരുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കുക. ഡൽഹി ഭരിച്ച സൽത്തനത്ത് രാജവംശത്തിന്റെ ഭരണക്രമം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ആദ്യം അടിമവംശം, നമ്മുടെ ഖുദ്ബുദ്ദീൻ ഐബക്കിന്റെ അടിമവംശം വന്നു. അടുത്തത് ഖൽജി വംശം വന്നു. തുഗ്ലക് വംശം അതിന് ശേഷം വന്നു. സെയ്ദ് വംശം വന്നു. അവസാനമായിട്ടാണ് ലോധി വംശം. ഇതിൽ ഈ അടിമവംശവും അവസാനം വന്ന ലോധി വംശവും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കാൻ കൂടുതലായിട്ട് ശ്രമിക്കുക. ഖുദ്ബുദ്ദീൻ ഐബക്കിന് പകരം ഐബക്കിനു ശേഷം അധികാരത്തിൽ വന്ന ആളായിരുന്നു ഇൽത്തുമിഷ്. അപ്പൊ ആദ്യം ആര് വന്നു? മുഹമ്മദ് ഘോറി വന്നു. മുഹമ്മദ് ഘോറിയുടെ പടത്തലവനായിട്ടുള്ള ഖുദ്ബുദ്ദീൻ ഐബക്ക് രണ്ടാമത് വന്നു. അതിനുശേഷം ആരായിട്ട് വന്നു? ഇൽത്തുമിഷ് വന്നു എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇൽത്തുമിഷ് കീഴടക്കിയ പ്രദേശങ്ങളാണ് ലാഹോർ, മുൾട്ടാൻ, ബംഗാൾ. ഈ ഒരു ഇൽത്തുമിഷ് വന്നതിന് ശേഷം കീഴടക്കിയിട്ടുള്ള പ്രദേശങ്ങളാണ് ലാഹോർ, മുൾട്ടാൻ, ബംഗാൾ എന്നിവ എന്നുള്ളത് ഓർത്തിരിക്കുക. തന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയ അടിമവംശത്തിലെ സുൽത്താനാണ് ഇൽത്തുമിഷ്. അപ്പൊ ഈ ഒരു ഇൽത്തുമിഷാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഏകീകൃതമായിട്ടുള്ള ഒരു നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നും അവിടെ ഓർത്തിരിക്കാം. ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളാണ് തങ്ക, ജിതൽ എന്നിവ. ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളാണ് തങ്ക എന്നും ജിതൽ എന്നും അറിയപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഡൽഹി ഭരണാധികാരിയായ
ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരി അതാരായിരുന്നു? സുൽത്താന റസിയ ആയിരുന്നു. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അതിലുണ്ട് ഒരു ഭരണാധികാരി, ഒരു പവർഫുൾ നെയിമാണ്. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു? സുൽത്താന റസിയ ആയിരുന്നു. റസിയ സുൽത്താന ആരുടെ മകളായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൽത്തുമിഷിന്റെ മകളായിരുന്നു റസിയ സുൽത്താന എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിലും പറയാം, സുൽത്താന റസിയ എന്ന് പറയും, റസിയ സുൽത്താന എന്ന് പറയും. ഈ ഒരു റസിയ സുൽത്താന എന്ന് നമ്മൾ വിളിക്കുന്നത് ഇൽത്തുമിഷിന്റെ മകളെ ആയിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരിയായിരുന്നു ബാൽബൻ. ഇൽത്തുമിഷിന് ശേഷം സുൽത്താന റസിയ വരുന്നു. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തെ പോലെ തന്നെ പെൺകുട്ടികൾക്ക് അത്ര വേണ്ട ഒരു റെസ്പെക്ട് ഒന്നും നൽകിയിരുന്നില്ല എന്ന് ഈ ഒരു ചോദ്യത്തിന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരി എന്ന് പറയുമ്പോൾ അവിടെ സുൽത്താനയുടെ പേര് മാറ്റിയിട്ട് ബാൽബനെ കൊണ്ടുവന്നിട്ടുണ്ട്. മാംലൂക്ക് രാജവംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ രാജവംശം ഖിൽജി രാജവംശം. മാലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ രാജവംശമാണ് ഖൽജി രാജവംശം. ഖൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖൽജി. തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറേ ഇന്ത്യയിലെയും പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായത് ആരുടെ കാലത്താണ്? അലാവുദ്ദീൻ ഖൽജിയുടെ കാലത്താണ്. തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറേ ഇന്ത്യയിലെയും പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായത് ആരുടെ കാലത്താണ്? അലാവുദ്ദീൻ ഖൽജിയുടെ കാലത്താണ്. അലാവുദ്ദീൻ ഖൽജി ആദ്യം കീഴടക്കിയ പ്രദേശം ഗുജറാത്ത് ആണ്. അലാവുദ്ദീൻ ഖൽജി ആദ്യം കീഴടക്കിയ പ്രദേശം ഗുജറാത്ത്. അലാവുദ്ദീൻ ഖൽജി ആദ്യം കീഴടക്കിയ പ്രദേശമാണ് ഗുജറാത്ത്. തന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ അലാവുദ്ദീൻ ഖൽജിയുടെ കുതിരകളെ ഇറക്കുമതി ചെയ്തത് എവിടെ നിന്നാണ്? അപ്പോ ഈ അലാവുദ്ദീൻ ഖൽജിയുടെ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം കുതിരകളെ ഇറക്കി. അത് എവിടെ നിന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറാഖിൽ നിന്നാണ് അദ്ദേഹം കുതിരകളെ ഇറക്കിയത്. ഖൽജി വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ രാജവംശം തുഗ്ലക് വംശമാണ്. തുഗ്ലക്, അതവിടെ ഒരു ടൈപ്പിംഗ് എറർ വന്നതാണ്. തുഗ്ലക് വംശം എന്നാണ് അവിടെ ഉള്ളത്. അത് ഒന്ന് നിങ്ങൾ തിരുത്തുക. ഖൽജി വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ രാജവംശമാണ് തുഗ്ലക് വംശം. തുഗ്ലക് വംശത്തിലെ പ്രധാന ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. തുഗ്ലക് വംശത്തിലെ പ്രധാന ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്. തുഗ്ലക് വംശത്തിലെ പ്രധാന ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റിയ ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇദ്ദേഹത്തിന്റെ ഭരണം കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തന്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റി. അദ്ദേഹമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ദേവഗിരിയെ ദൗലത്താബാദ് എന്ന് പുനർനാമകരണം ചെയ്ത ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്. ദേവഗിരിയെ ദൗലത്താബാദ് എന്ന് പുനർനാമകരണം ചെയ്ത ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526 ഏപ്രിൽ 26. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526 ഏപ്രിൽ 26 മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. 1526 ഏപ്രിൽ 26 നടന്ന പാനിപ്പത്ത് യുദ്ധമാണ്, ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ് ഈ ഒരു മുഗൾ ഭരണത്തിന് അടിത്തറയിട്ടത്. ആരൊക്കെ തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. ആരൊക്കെ തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ് ഒന്നാമത്തെ പാനിപ്പത്ത് യുദ്ധം നടന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്ത് മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തില് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്ത് മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ബാബറാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്ത് മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ.
പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യ ഭരണാധികാരിയാണ് ബാബർ. പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് ബാബർ. മുഗൾ ഭരണാധികാരിയാകുന്നതിനു മുമ്പ് ബാബർ എവിടത്തെ ഭരണാധികാരിയായിരുന്നു? കാബൂളിലെ ഭരണാധികാരിയായിരുന്നു. അപ്പോ ബാബർ ഇവിടെ വന്ന് ഡൽഹി പിടിച്ചടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഒരു മുഗൾ ഭരണാധികാരി ആകുന്നതിനു മുമ്പ് ബാബർ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാബൂളിലെ ഭരണാധികാരിയായിരുന്നു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഭരണാധികാരിയാണ് അക്ബർ. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ അത് അക്ബറാണ്. അക്ബറുടെ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. അക്ബറുടെ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി എന്ന് ഓർത്തിരിക്കുക. ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥനായ സമ്പ്രദായമാണ് മാൻസബ്ദാരി. അക്ബറുടെ പ്രധാനമായിട്ടുള്ള ഒരു സൈനിക സമ്പ്രദായമായിരുന്നു മാൻസബ്ദാരി. ഈ മാൻസബ്ദാരി എന്ന് പറയുന്നത് ഓരോ ഉദ്യോഗസ്ഥനുണ്ടാവും, അവരുടെ ഒക്കെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിർബന്ധമായിട്ടും നിലനിർത്തണം എന്ന ഒരു സമ്പ്രദായമാണ് ഈ മാൻസബ്ദാരി എന്ന് നമ്മൾ പറയാറുള്ളത്. അക്ബർനാമ അക്ബർനാമ എന്ന ചരിത്രകൃതി എഴുതിയത് അബുൾ ഫസലാണ്. അക്ബർനാമ എന്ന ചരിത്രകൃതി എഴുതിയത് അബുൾ ഫസൽ. അക്ബർനാമ എന്ന പുസ്തകത്തിൽ എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളാണുള്ളത്. അക്ബർനാമ എന്ന പുസ്തകത്തില് എത്ര ഭാഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 3 ഭാഗങ്ങളാണ് ഉള്ളത്. അക്ബർനാമയുടെ ആദ്യ ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അക്ബറുടെ മുൻഗാമികളെ കുറിച്ചാണ്. അക്ബർനാമയുടെ ആദ്യ ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അക്ബറുടെ മുൻഗാമികളെ കുറിച്ച്. അക്ബർനാമയുടെ 2ാം ഭാഗം പ്രതിപാദിക്കുന്നത് അക്ബറുടെ ഭരണകാലത്തെ കുറിച്ചാണ്. അക്ബർനാമയുടെ 1ാമത്തെ ഭാഗം പ്രതിപാദിച്ചിരിക്കുന്നത് അക്ബറുടെ മുൻഗാമികളെ കുറിച്ചും, അക്ബർനാമയുടെ 2ാം ഭാഗം പ്രതിപാദിച്ചിരിക്കുന്നത് അക്ബറുടെ ഭരണകാലത്തെ കുറിച്ചുമാണ്. അക്ബറുടെ ഭരണ സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ 3ാം ഭാഗം. അപ്പോൾ 1ാം ഭാഗത്ത് അക്ബറുടെ മുൻഗാമികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു, 2ാം ഭാഗത്ത് അക്ബറുടെ ഭരണകാലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു, 3ാം ഭാഗത്ത് അക്ബറുടെ ഭരണ സംവിധാനത്തെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അക്ബർനാമയുടെ 3ാം ഭാഗം അറിയപ്പെടുന്നത് ഐൻ ഇ അക്ബറി എന്നാണ്. അക്ബർനാമയുടെ 3ാം ഭാഗം അറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഐൻ ഇ അക്ബറിയാണ്. അക്ബർനാമയുടെ 3ാം ഭാഗം അറിയപ്പെടുന്ന പേര് ഐൻ ഇ അക്ബറി എന്നാണ് എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഔറംഗസീബ്. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ ഭരണകാലത്താണ് എന്ന് ചോദിച്ചാൽ അത് ഔറംഗസീബിന്റെ ഭരണകാലത്താണ്. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ഔറംഗസീബിന്റെ കാലഘട്ടത്തിലാണ്. CE 1540 മുതൽ CE 1545 വരെയുള്ള കാലത്ത് ഡൽഹി കേന്ദ്രമായി ഭരിച്ച രാജവംശമാണ് സൂർ വംശം. CE 1540 മുതൽ CE 1545 വരെയുള്ള കാലത്ത് ഡൽഹി കേന്ദ്രമായിട്ട് ഭരിച്ച രാജവംശം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സൂർ വംശമാണ്. ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ സൂർവംശ ഭരണാധികാരി ആര്? ഷേർഷാ സൂരി. ഷേർഷാ സൂരിയാണ് ഹുമയൂണിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇയാൾ ആരാണ്? സൂർവംശ ഭരണാധികാരിയായിരുന്നു. ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ സൂർവംശ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഷേർഷാ സൂരിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഹുമയൂൺ സൂർ ഭരണാധികാരികളിൽ നിന്ന് ഡൽഹി തിരിച്ചുപിടിച്ച വർഷം. ഹുമയൂൺ സൂർ ഭരണാധികാരികളിൽ നിന്ന് ഡൽഹി തിരിച്ചുപിടിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം പടവെട്ടി, അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലായിരുന്നു. ഹുമയൂൺ സൂർ വംശജരെ എടുത്തു നിന്ന് എന്ത് ചെയ്തു? ഡൽഹി തിരിച്ചുപിടിച്ചു. ആ വർഷം 1555 ആണ് എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ബാബറിന് ശേഷം അധികാരത്തിൽ വന്നത് ഹുമയൂൺ ആയിരുന്നു. അപ്പൊ ബാബറിന് ശേഷം അധികാരത്തിൽ വന്നത് ഹുമയൂണും അക്ബറിന് ശേഷം അധികാരത്തിൽ വന്നത് ജഹാംഗീർ ആണ്. ബാബറിന് ശേഷം ഹുമയൂൺ അധികാരത്തിൽ വന്നു, അക്ബറിന് ശേഷം ജഹാംഗീർ അധികാരത്തിൽ വന്നു, ജഹാംഗീറിന് ശേഷം ഷാജഹാൻ അധികാരത്തിൽ വന്നു. ബാബറിന് ശേഷം
ഹുമയൂൺ വന്നു. അക്ബറിന് ശേഷം ജഹാംഗീർ വന്നു. ജഹാംഗീറിന് ശേഷം ഷാജഹാൻ വന്നു. ഷാജഹാന് ശേഷം ആരാണ് വന്നത്? ഔറംഗസീബാണ് വന്നത്. ഷാജഹാനിന് ശേഷം വന്നത് ഔറംഗസീബ്. അപ്പോ നമുക്കത് ഒന്നുകൂടെ നോക്കാം. ആരൊക്കെയാണ്? ബാബറിന് ശേഷം അധികാരത്തിൽ വന്നത് ഹുമയൂൺ ആണ്. അക്ബറിന് ശേഷം അധികാരത്തിൽ വന്നത് ജഹാംഗീർ ആണ്. ജഹാംഗീറിന് ശേഷം അധികാരത്തിൽ വന്നത് ഷാജഹാൻ ആണ്. ഷാജഹാന് ശേഷം അധികാരത്തിൽ വന്നത് ഔറംഗസീബാണ് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. മധ്യകാലഘട്ടത്തിൽ പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന പ്രധാന രാജവംശമാണ് മറാത്ത രാജവംശം. മധ്യകാലഘട്ടത്തിൽ പശ്ചിമേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാന രാജവംശം ഏതാണെന്ന് ചോദിച്ചാൽ മറാത്ത രാജവംശമാണ്. മധ്യകാലഘട്ടത്തിൽ പശ്ചിമേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാന രാജവംശമാണ് മറാത്ത. ചോള രാജവംശം പ്രബലമായ കാലഘട്ടമാണ് 9-ാം നൂറ്റാണ്ട്. ചോള രാജവംശം പ്രബലമായ കാലഘട്ടം 9-ാം നൂറ്റാണ്ട്. ചോള രാജവംശം പ്രബലമായ കാലഘട്ടം 9-ാം നൂറ്റാണ്ടാണ്. ശക്തമായ നാവികസേനയുണ്ടായിരുന്ന രാജവംശം ചോള രാജവംശമാണ്. ശക്തമായ നാവികസേന ചോള രാജവംശത്തിന് ഉണ്ടായിരുന്നു. ചോളന്മാരുടെ സ്വാധീനം വ്യാപിച്ച സ്ഥലങ്ങളാണ് മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങൾ. ചോളന്മാരുടെ സ്വാധീനം വ്യാപിച്ച സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഈ രാജാവിന്റെ ഭരണത്തിന് കീഴിൽ കോഴിക്കോടിനെ പോലുള്ള 300 തുറമുഖങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ 3 മാസത്തെ സമയമെങ്കിലും വേണം. ഏത് രാജ്യത്തെക്കുറിച്ചാണ് അബ്ദുൾ റസാഖ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ് അബ്ദുൾ റസാഖ് ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് വിവരം നൽകിയിട്ടുള്ള ഈ ഒരു പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ് എന്ന് പറയുന്നത്. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് ഈ പറഞ്ഞ വാക്കുകൾ ഉൾപ്പെടെ പല വിവരങ്ങളും നൽകിയിട്ടുള്ള പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ് എന്നുള്ളത് ഓർത്തിരിക്കുക. വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ഹരിഹരനും ബുക്കനും. വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയാ? ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കാം. വിജയനഗര സാമ്രാജ്യം നിലവിൽ വന്ന നൂറ്റാണ്ട്. വിജയനഗര സാമ്രാജ്യം നിലവിൽ വന്ന നൂറ്റാണ്ട് CE 14-ാം നൂറ്റാണ്ടാണ്. വിജയനഗര സാമ്രാജ്യം നിലവിൽ വന്ന നൂറ്റാണ്ട് CE 14-ാം നൂറ്റാണ്ട്. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ എന്നുള്ളത് അവിടെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ ഭാമിനി രാജ്യത്തിന്റെ സ്ഥാപകനാണ് അലാവുദ്ദീൻ ഹസൻ ബഹ്മാൻ ഷാ. ഭാമിനി സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ അലാവുദ്ദീൻ ഹസൻ ബഹ്മാൻ ഷയാണ്. ഭാമിനി രാജ്യത്തിന്റെ സ്ഥാപകൻ അലാവുദ്ദീൻ ഹസൻ ബഹ്മാൻ ഷയാണ്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് റേച്ചൂർ ആണ്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് റേച്ചൂർ. റേച്ചൂർ പ്രദേശം ഏതൊക്കെ നദികൾക്കിടയിലാണ്? കൃഷ്ണ, തുംഗഭദ്ര. തുംഗഭദ്രയുണ്ട് ഇവിടെ, ഭദ്ര, ആ ഒരു ഭദ്രയും കൂടെ വരും. റേച്ചൂർ പ്രദേശം ഏതൊക്കെ നദികൾക്കിടയിലാണ് എന്ന് ചോദിച്ചാല് റേച്ചൂർ തുംഗഭദ്ര നദികൾക്കിടയിലാണ്. റേച്ചൂർ പ്രദേശത്ത് ആധിപത്യം നേടാൻ നിരന്തരം യുദ്ധങ്ങൾ നടന്നിരുന്നത് വിജയനഗര ഭരണാധികാരികളും ഭാമിനി രാജാക്കന്മാരും തമ്മിലാണ്. റേച്ചൂർ പ്രദേശത്ത് ആധിപത്യം നേടാൻ നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നത് ആരൊക്കെ തമ്മിലാണ് എന്ന് ചോദിച്ചാൽ വിജയനഗര ഭരണാധികാരികളും ഭാമിനി രാജാക്കന്മാരും തമ്മിലാണ്. മറാത്തകൾ പ്രബല ശക്തിയായി മാറിയ കാലഘട്ടമാണ് CE 17-ാം നൂറ്റാണ്ട്. മറാത്തകൾ പ്രബലമായ ശക്തിയായി മാറിയ കാലഘട്ടം CE 17-ാം നൂറ്റാണ്ടാണ്. മറാത്തകൾ പ്രബല ശക്തിയായി മാറിയ കാലഘട്ടം CE 17-ാം നൂറ്റാണ്ടാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. മറാത്ത പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചു നിർത്തിയ ഘടകങ്ങളാണ്
വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, നർമ്മദ താപ്തി നദികൾ. ഈ ഒരു മറാത്ത പ്രദേശത്തെ അവരിൽ നിന്നുള്ള സമീപ പ്രദേശങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് വിന്ധ്യ സത്പുര പർവ്വതങ്ങളും നർമ്മദ താപ്തി നദിയുമാണ്. മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണം നൽകിയ പർവ്വതമാണ് വിന്ധ്യ സത്പുര. മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണം നൽകിയ പർവ്വതമാണ് വിന്ധ്യ സത്പുര. മറാത്ത രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു പൂനെ. മറാത്ത രാജ്യത്തിന്റെ ആസ്ഥാനം പൂനെയാണ്. ശക്തമായ കരസേനയും നാവികസേനയും ഉണ്ടായിരുന്ന രാജവംശമാണ് മറാത്ത വംശം. ശക്തമായ കരസേനയും നാവികസേനയും ഉണ്ടായിരുന്ന രാജവംശം മറാത്ത വംശം. മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു ശിവജി. മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു ശിവജി എന്നുള്ളത്. മറാത്ത രാജ്യത്തെ പ്രധാന ഭരണാധികാരി ശിവജി. കൃത്യമായിട്ട് അവിടെ ഓർത്തുവെക്കുക. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരിയായിരുന്നു ശിവജി. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ശിവജി. നമ്മൾ ശിവജിനെ കുറിച്ച് പറയുമ്പോൾ ആ സ്ഥാനപ്പേര് കൂടിയിട്ടാണ് പറയാ. ഛത്രപതി ശിവജി എന്നാണ് പറയാ. അതും കൂടെ അവിടെ കൃത്യമായിട്ട് ഓർത്തുവെക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. 83 ചോദ്യങ്ങളോളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് തുടർന്നുള്ള വീഡിയോകൾ ചെയ്യാൻ എനിക്കൊരു മോട്ടിവേഷൻ ആവും. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.